ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ ഒരു ജേർണി ഫ്രം ഇന്ത്യ ടു അയർലൻഡ്. ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നോട് പറഞ്ഞു ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ആഡ് ചെയ്യുമോ എൻ്റെ യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ ഞാനൊന്ന് ഓർത്തു, ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു തന്നിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ വീഡിയോ ഓരോ കൺട്രി സ്പെസിഫിക് അല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് പോയി പഠിക്കുന്ന ഏത് കൺട്രിയിലാണെങ്കിലും ഇതേപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ആരെങ്കിലും ഇനി പോകുന്നവരുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതി കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്. നമ്മുടെ നാട്ടിൽ നമുക്കൊരു ക്യാപ്സ്യൂൾ ഫോമിൽ അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ട്. മിക്ക ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ സബ്ജക്ട്സിനകത്തും നമുക്ക് നോട്ട്സ് തരും നമ്മുടെ പ്രൊഫസേഴ്സ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അവരൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആയിരിക്കും മിക്ക ക്ലാസ്സസിലും നമുക്ക് തരുന്നത്. അപ്പോൾ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷനകത്ത് കീ പോയിന്റ്സ് മാത്രമേ കാണത്തുള്ളൂ, നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സിൻ്റെ കീ പോയിന്റ്സ്. അപ്പോൾ ഈ കീ പോയിന്റ്സ് മാത്രം നമ്മൾ പഠിച്ചിട്ട് എക്സാമിന് പോയാൽ അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ലൈക്ക് ജസ്റ്റ് ഒരു 4-5 സ്ലൈഡ് കാണും, അതിനകത്തിൽ കീ പോയിന്റ്സ് മാത്രമാണ്. അപ്പം നിങ്ങൾ പഠിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടാകും. നമ്മൾ പഠിച്ച സ്റ്റൈലുമായിട്ട് ഡിഫറെൻ്റാണ്. പിന്നെ അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ ഒരു ടോപ്പിക്ക് വന്നിട്ട് ആ ടോപ്പിക്കിനെ പറ്റി എല്ലാവരുടെയും ഒരു ഒപ്പീനിയന്, ആ ഒരു ഡിസ്കഷനെ ത്രൂ നമ്മൾ വരുന്ന ഒരു സമ്മറി അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു കൺക്ലൂഷൻ എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ നമുക്കുള്ളത് അസൈൻമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോയിരുന്ന് നമ്മൾ ഒരുപാട് ബുക്സൊക്കെ റെഫർ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ നോട്ട്സൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ അസൈൻമെൻറ്റ്സിനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് ഡിസർട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് തീസിസ് ആണ് നമ്മുടെ എല്ലാവരുടെയും പഠിച്ചു കഴിയുന്ന ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അവസാനം ചിലർക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇന്റേൺഷിപ്പ് ആയിരിക്കും. ചില കമ്പനീസിൽ പോയി അവിടുത്തെ ഒരു ലാസ്റ്റ് 2 to 3 months ഒരു ഇന്റേൺഷിപ്പ് നടത്തി നമ്മൾ ചിലപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കും, നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി എന്താണെന്നോ അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ചില യൂണിവേഴ്സിറ്റീസിലാണ് നമുക്ക് ഡിസർട്ടേഷൻ ആണ്. അപ്പോൾ ഈ ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ 25,000 വേർഡ്സിൻ്റെ ഒരു ഡിസർട്ടേഷൻ ആയിരിക്കും നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെയൊക്കെ കോളേജിൽ അല്ലെങ്കിൽ അവിടെ ഞാനാണെങ്കിൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡിസർട്ടേഷൻ ചെയ്യാന് വേണ്ടി എനിക്ക് ഒരു 5 to 6 പീപ്പിളിനെ ഇൻ്റർവ്യൂ ചെയ്യണമായിരുന്നു, ഒരു 20-25 minutes. അപ്പോൾ അവരെന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്, അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അവർക്ക് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ബേസ് ചെയ്തായിരുന്നു എൻ്റെ എൻ്റെ ഡിസർട്ടേഷനും അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് എനിക്ക് പറയാനുള്ളത്, ഈ അസൈൻമെൻറ്റ്സും തരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ വെച്ചില്ല, ഇപ്പം മറ്റന്നാളിൽ വെച്ചാലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ പ്രൊഫസേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ കാര്യത്തിനും പങ്ക്ച്വാലിറ്റി ആണ്. 11:59 PM tonight നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 1 minute കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താലും നമുക്ക് ലേറ്റ് പെനാൽറ്റി ഒക്കെ ഉണ്ട്. ചില പ്രൊഫസേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നേ ഇല്ല. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു പങ്ക്ച്വാലിറ്റി, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അസൈൻമെൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് 5 days കഴിഞ്ഞുള്ള അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 5th day അല്ല നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും അതിന് വേണ്ടി ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത്. നമുക്ക് നാട്ടിലാണെങ്കിൽ കുക്ക് ചെയ്യേണ്ട, പാർട്ട് ടൈം ജോബിന് പോകേണ്ട, ക്ലാസ്സിന് മാത്രം പോവുക, പഠിക്കുക, വീട്ടിൽ വരിക, ഇത് തന്നെയല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ക്ലാസ്സിന് പോകണം, നമുക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യണം, നമുക്ക് പഠിക്കണം, നമുക്ക് കുക്ക് ചെയ്യണം, നമുക്ക് പാർട്ട് ടൈം ജോബിന് പോകണം. അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസാണ് നമ്മളുടെ തലയിൽ കൂടി ഓടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇതെല്ലാം എത്താൻ നമുക്ക് ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് നമ്മൾ അത് യൂസ് ടു ആവും. ഓർഗനൈസ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് എല്ലായിടത്തും നമ്മളുടെ പ്രസൻസ് എത്തുന്ന രീതിയിൽ വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. അതായത് ടൈം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മണി എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് കാശുമായിട്ടായിരിക്കും നമ്മൾ ഫോറിൻ കൺട്രി പഠിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല ചില കൺട്രീസിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന പൈസ നമുക്ക് ഓരോ മന്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. പക്ഷേ ആ പൈസ എന്ന് പറയുന്നത് കുറച്ച് എമൗണ്ടേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് നാട്ടിൽ വേറെ എക്സ്പെൻസസ് കാണുമായിരിക്കും, നമ്മൾ ലോൺ എടുത്തിട്ടായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മണി എന്ന് പറയുന്നത് വൈസായിട്ടും അൺനെസറി ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല.
അപ്പോൾ വളരെ എന്താ പറയുക തിങ്ക് ചെയ്ത് ഒരുപാട് വേ ഉണ്ട് അവിടെ നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് അൺനെസറി എക്സ്പെൻസസ് വരും. പക്ഷേ അതെല്ലാം നോക്കി വളരെ ഫൈനാൻഷ്യലി എന്താ പറയുക മാനേജ് ചെയ്ത് വേണം പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുക്കിംഗ് ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നമുക്കൊരു അത്യാവശ്യം വലിയ പ്രൊഫഷണലായിട്ടൊന്നും കുക്ക് ചെയ്യണമെന്നും പഠിക്കണമെന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അത്യാവശ്യം നമ്മുടെ സർവൈവലിന് വേണ്ടിയുള്ള കുക്കിംഗ് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ചായ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ പോലെ നമുക്ക് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒന്നും കഴിക്കാനോ ഉണ്ടാക്കാനോ നേരം കാണത്തില്ല. അപ്പോൾ നമ്മൾക്കൊരു ഓട്ട്മീൽ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഓട്ട്സ് ഉണ്ടാക്കാനോ, ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് പാർട്ട് ടൈം ജോബ്സ് ആണ് കേട്ടോ. ചില ഏജൻസീസ് നമുക്ക് ജോബ് അഷുറൻസ് ഒക്കെ തരും, പക്ഷേ അത് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി ആണെന്നാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. മിക്ക ഏജൻസീസിനും ജോബ് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കമ്പനീസിൻ്റെ വെബ്സൈറ്റ്സിലും, പിന്നെ അതുപോലെ നമ്മൾ CVs ഡ്രോപ്പ് ചെയ്യും ചില കമ്പനീസിൽ, ചില ഷോപ്സിലൊക്കെ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. പിന്നെ അതുപോലെ നെറ്റ്വർക്കിംഗ് ത്രൂ നമുക്ക് ജോലി കിട്ടാം. നമുക്ക് സംസാരിച്ച് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ത്രൂ നമ്മളോട് ചില കസ്റ്റമേഴ്സ് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളെ റെഫർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റെഫർ ചെയ്യാം. പിന്നെ നിങ്ങൾ ഏത് കൺട്രി പോലെ, UK ബ്രിട്ടീഷ് ആക്സെന്റ്, അല്ലെങ്കിൽ കാനഡയിലാണെങ്കിൽ കനേഡിയൻ ആക്സെന്റ്, അയർലൻഡിൽ ഐറിഷ് ആക്സെന്റ്, ജർമ്മനിയിൽ ജർമ്മൻ സംസാരിക്കണം. അപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ കൺട്രിയുടേതായ ആക്സെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം ചെല്ലുന്ന സമയം നമ്മൾ എത്ര ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിലും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പാർട്ട് ടൈം ജോബ്സിന് പോകുമ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവിടെ താമസിക്കുന്ന അവിടുത്തെ ലോക്കൽ ആൾക്കാരുമായിട്ടൊക്കെ അവിടുത്തെ കൾച്ചറും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് അവിടുത്തെ ആക്സെൻറ്റ് കിട്ടും. അങ്ങനെ നമുക്ക് ഇറ്റ്സ് വെരി ഈസി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതായത് അവർക്കിപ്പോൾ ഷോപ്പിൽ വന്ന് ഒരു കാര്യം ചോദിച്ചാൽ നമുക്കത് എടുത്തു കൊടുക്കുവാൻ നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത് പഠിക്കുന്നത്. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഹെൽത്താണ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനാണെങ്കിൽ അയർലൻഡിൽ പോയപ്പോഴാണ് എന്നെ ഇത്രയും ടേക്ക് കെയർ ചെയ്യാനും എന്നെ ഇത്രയും കെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചത്. എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നമ്മളിപ്പോൾ ഒരു സിക്കായി കിടന്നാൽ നമ്മളെ നോക്കാൻ നമ്മുടെ പേരൻസ് കാണും, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് കാണും, അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലാണ് നമ്മുടെ ഫ്രണ്ട്സ് കാണും. പക്ഷേ ഇവിടെ നിന്ന് തന്നെ എല്ലാവരും പഠിക്കാൻ വേണ്ടിയും അസൈൻമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയും അവരുടെ പാർട്ട് ടൈം ജോബ്സിന് പോകണം, അവർക്ക് ക്ലാസ്സിന് പോകണം, അതിനെല്ലാവരും ബിസിയാണ്. അപ്പം നമ്മളെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കാനോ, നമുക്ക് പനി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഉണ്ടാക്കി തരാനോ ഒന്നും അല്ല അവർക്ക് ടൈം. അവർക്ക് അവരുടെ കാര്യങ്ങളും ചെയ്യണം. അപ്പം നമ്മൾ പനി പിടിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിക്കായി എന്ന് പറഞ്ഞ് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പാർട്ട് ടൈം ജോബിന് പോകാൻ പറ്റത്തില്ല, ക്ലാസ്സിന് പോകാൻ പറ്റത്തില്ല, അസൈൻമെൻറ്റ്സ് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ വിൻ്ററൊക്കെ ആണെങ്കിൽ മാക്സിമം കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. അതായത് മാസ്ക് യൂസ് ചെയ്യുക. നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പനി പിടിച്ച് കിടന്നാലും നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇത് ആരും ഞാൻ പോയപ്പോൾ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, എനിക്ക് ഇന്നതാണ് അവിടെ ഇന്നതാണ് നടക്കുന്നത് എന്നൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇനി പോകുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. See you in the next video. Bye.